ലോഹിദാസ് എന്ന മഹാൻ, അയ്യോ എന്തൊരു മഹാൻ, എന്തൊരു കലാകാരൻ, എന്തൊരു കഥാകാരൻ. മാടച്ചേട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട കുറവായിട്ട് ഞാൻ കാണുന്നത് ഇൻവെർട്ടർ കോമയിലാണ് കുറവിട്ടത്. എന്തോ ഇൻവെർട്ടർ കോമയിലാണ് കുറവിട്ടത്. ഒരുപക്ഷെ ലോഹിയെ പോലുള്ള ഒരു സിനിമാക്കാരൻ, കലാകാരൻ കുറച്ചുകൂടെ കാലം ജീവിച്ചിരുന്നെങ്കിൽ ശ്രീ മാള അരവിന്ദ് എന്നുള്ള കലാകാരൻ നിന്ന് കുറച്ചുകൂടി സത്തയെടുത്തേ. കുറച്ചുകൂടി അല്ല, ഒരുപാടായനെ, ഒരുപാട് മേഖലകൾ താണ്ടി. താങ്കളുടെ അപൂർണതയാണ് ഒരുപക്ഷെ ലോഹിയുടെ അകാല വേർപാടിൽ പ്രതിഫലിക്കുന്നത്. തീർച്ചയായിട്ടും അതെപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഭരതൻ, ഡയറക്ടർ ഭരതൻ അതുപോലെ തന്നെ വെങ്കലം എന്ന് പറഞ്ഞ പടത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ വരുന്നു. അത് ശരി, എല്ലാവരും ഉണ്ടല്ലോ. എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, എന്റെ മൂത്ത അനന്തരവനാ, കുഞ്ഞിപ്പണ്ണിന്റെ മൂത്ത മോനാ ഗോപാലൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പടങ്ങൾ അഭിനയിച്ചെങ്കിലും ഇത്രയും സുഖമായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ അഭിനയിച്ച പടമാണിത്. ഭയങ്കര ലൈവല്ലേ അല്ലേ? ഇതിന് വേറെ ചെറിയ പറ്റിയിട്ടുണ്ട്, ഞാൻ പറയാം. എനിക്കല്ല, സ്ലാങ്ങുകൾക്ക് വ്യത്യാസം വന്നു പോയി. തൃശ്ശൂർ ഫിലോമിനെ ഞാൻ മാത്രമാണ് തൃശ്ശൂർ സ്ലാങ് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സൗത്തൻ സ്ലാങ്ങാണ്. ഈ സിനിമയിൽ പക്ഷേ താങ്കളുടെ ഒരു കോമഡി ചേരുവകളൊന്നും വരാതെ തന്നെ താങ്കൾ വളരെ ഹൃദ്യമായിട്ട് ആ കഥാപാത്രത്തിൻ്റെ താളത്തിനനുസരിച്ച് തന്നെ മുൻപോട്ട് പോയി. തീർച്ചയായിട്ടും. പക്ഷെ താങ്കളുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ താങ്കളുടെ ചില ശീലങ്ങളങ്ങ് വരില്ലേ അഭിനയിക്കുമ്പോൾ? കഴിയുന്നതും വരുത്താനും ശ്രമിക്കണം. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുമല്ല. നമ്മളിപ്പോൾ റോൾ അഭിനയിക്കുന്നു, മിമിക്രി ആർട്ടിസ്റ്റ് റോൾ അഭിനയിക്കുന്നു, ഒരു സിനിമയിൽ അഭിനയിച്ചൊരു കഥാപാത്രത്തെ. അപ്പോൾ ഇടയ്ക്ക് ഒരു ഭീമൻ രഘുവൊക്കെ കയറി വരും, ചിലപ്പോൾ ചിലവർ മമ്മൂട്ടിയൊക്കെ കയറി വന്നു വരും. അങ്ങനെയൊന്നും കഥാപാത്രം പോയില്ലേ? ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. താങ്കളുടെ മുഖത്തിൻ്റെ ചില ചേഷ്ടകൾ, ഗോഷ്ഠികൾ, പിന്നെ ചില ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെയാണ് ഒരുപാട് കാലം പ്രേക്ഷകരിങ്ങനെ കണ്ണും കാതും കേട്ടുകൊണ്ടിരുന്നത്. എന്തായിരുന്നു നമ്പറുകൾ, പ്രധാന നമ്പറുകൾ വല്ല നിസ്സാര കാര്യത്തിനൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. നമ്മളെന്തോ കാര്യം വല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം വരും, പർപ്പസായിട്ട് ഞാൻ ചെയ്തതാ. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ വരും എനിക്ക്. പിന്നെ ശബ്ദം ഭയങ്കര അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ചില റോഡുകൾക്ക് വേണ്ടിയിട്ട് ചില റോഡൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ അങ്ങനത്തെ ശബ്ദമൊന്നുമില്ല, വെങ്കലത്തിലില്ല. പിന്നെ എന്താ പറയുക, വേറെ ചില പടങ്ങളുണ്ട്, സല്ലാപം, അതിലൊന്നും ശബ്ദങ്ങളൊന്നുമില്ല. സല്ലാപം, സമ്മാനം, ഭൂതക്കണ്ണാടി, സല്ലാപത്തിലൊക്കെ താങ്കൾ ആ കഥാപാത്രമായിട്ടൊക്കെ ജീവിച്ചു. യഥാർത്ഥത്തിൽ അതൊക്കെ നാട്ടിൻപുറത്തുള്ളൊരു കഥാപാത്രം തന്നെയാണ്. അതെ അതെ. മൂത്താശാരി ആശാരിമാർക്കൊരു കലിപ്പുണ്ടാകാനുള്ള എല്ലാവിധ ചേരുവകളിനകത്ത് കൊടുത്തിരിക്കുന്നു. അതെ അതെ, ഭയങ്കര ലൈവായിട്ട് ചെയ്തതാന്നേ. ഇതുണ്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇത് കണ്ടോ എന്ന് പറയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കണേ, ഒരാവശ്യമില്ലാണ്ട് എന്തെങ്കിലും ശരി.